10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് ട്രേഡ്സ്മാൻ കാറ്റഗറിയിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 25 വരെയാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ട തീയതി കൊടുത്തിരിക്കുന്നത്. മിനിമം 10ാം ക്ലാസ് എത്ര പെർസെൻറ്റേജ് ആയാലും പാസ് മാർക്ക് മാത്രം മതി. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 18നും 25നും ഇടയിലാണ് ജനറൽ കാറ്റഗറിയുള്ള ഉദ്യോഗാർത്ഥികൾക്കും. അതുപോലെ OBC കാറ്റഗറിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 3 വയസ്സിൻ്റെ ഇളവ് ലഭിക്കുന്നതാണ്. SC/ST ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ 5 വയസ്സിൻ്റെ, അതായത് 30 വയസ്സ് വരെ പ്രായപരിധിയിലുള്ള SC/ST കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിൻ്റെ അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. 21,700 മുതൽ 69,100 വരെയാണ് ഇതിൻ്റെ പേ സ്കെയിൽ കൊടുത്തിരിക്കുന്നത്. ബേസിക് പേ കൂടെ തന്നെ നിങ്ങളുടെ DA അലവൻസ് ഇതൊക്കെ ചേർക്കുകയാണെങ്കിൽ പ്ലസ് 35,000 തന്നെ ആയിരിക്കും നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് സാലറി തന്നെ ലഭിക്കുന്നത്. ഇതിൻ്റെ ഹൈറ്റ് ക്രൈറ്റീരിയ കൊടുത്തിരിക്കുന്നത് ആൺകുട്ടികൾക്ക് ജനറൽ കാറ്റഗറി അതുപോലെ തന്നെ OBC കാറ്റഗറിയിലുള്ള ആൺകുട്ടികൾക്ക് 167.5 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് വേണ്ടത്. പെൺകുട്ടികൾക്കാണെങ്കിൽ 157. SC/ST കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ 162.5 സെന്റിമീറ്റർ ആൺകുട്ടികൾ, 150 സെന്റിമീറ്റർ മാത്രം ഹൈറ്റ് മതി SC/ST കാറ്റഗറിയിലുള്ള പെൺകുട്ടികൾ. ഇതും നല്ലൊരു അവസരം തന്നെയാണ്. ഹൈറ്റ് ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ ഈ യൂണിഫോം സേനയിലേക്ക് ട്രേഡ്സ്മാൻ കാറ്റഗറിയിലേക്ക് പോകാൻ നല്ലൊരു അവസരം തന്നെയാണ് ഇത്. ഇതിന്റെ അപ്ലിക്കേഷൻ ഫീ വരുന്നത് 100 രൂപയാണ്. OBC അതുപോലെ തന്നെ ജനറൽ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക്. പെൺകുട്ടികൾക്കും SC/ST കാറ്റഗറിയിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഫീ നൽകേണ്ടതില്ല. ഇതിന്റെ എക്സാം പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് ഇതിന്റെ ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും. ആൺകുട്ടികൾക്ക് 5 കിലോമീറ്റർ റണ്ണിങ്, പെൺകുട്ടികൾക്കാണെങ്കിൽ 1.6 കിലോമീറ്റർ റണ്ണിങ്. ഇതിന് ടൈം കൊടുത്തിട്ടുണ്ട്. 5 കിലോമീറ്റർ റണ്ണിങ് ആണെങ്കിൽ 24 മിനിറ്റിൽ 1.6 കിലോമീറ്റർ 8.5 മിനിറ്റ് ആണ് ലഭിക്കുന്നത്. ആദ്യം തന്നെ ഇതിന്റെ ഫിസിക്കലായിരിക്കും. ബാക്കിയെല്ലാം, അതായത് നമ്മുടെ ആർമി, എയർഫോഴ്സ്, നേവി ഇതിനൊക്കെ ആദ്യം തന്നെ എക്സാം ആണ് വരുന്നത്. ബട്ട് പാരാമിലിറ്ററി ഫോഴ്സിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് വരുമ്പോൾ അതിന് BSFലേക്ക് ആദ്യം തന്നെ ഫിസിക്കലാണ് വരുന്നത്. അതിനുശേഷമാണ് റിട്ടേൺ എക്സാമിനേഷൻ വരുന്നത്. അതുപോലെ തന്നെ അതിനുശേഷമായിരിക്കും മെഡിക്കൽ ക്ലിയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. അവർ പോസ്റ്റിങ്ങിൽ, അതായത് അപ്പോയിൻമെന്റ് ലെറ്റർ ലഭിക്കും. പല കാറ്റഗറിയിലേക്കാണ് ഇപ്പോൾ ട്രേഡ്സ്മാനിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അതിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഏതെങ്കിലും കാറ്റഗറിയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയത്ത് അത് അപ്ലോഡ് ചെയ്യാതിരിക്കാൻ മറക്കരുത്. ഇതിന്റെ അപ്ലിക്കേഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ബേസിക് ഡോക്യുമെന്റ് SLC ബുക്ക്, ആധാർ കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇതൊക്കെ നിങ്ങൾ കരുതി വെച്ചോളൂ. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും NCC ഉണ്ടെങ്കിൽ C സർട്ടിഫിക്കറ്റ്, A സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ B സർട്ടിഫിക്കറ്റ് ഏതുമായിക്കോട്ടെ, ഇതും നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ മറക്കാൻ പാടില്ല. ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്നവർക്കും ഡോക്യുമെന്റ് അതിന്റെ സൈസ് കൊടുത്തിരിക്കും. ഇത്ര KB-യിലാണ് അല്ലെങ്കിൽ ഇത്ര MB-യിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു അവസരം പാഴാക്കാതെ, കാരണം യൂണിഫോം സേനയിലേക്ക് 10ാം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇത്രയും നല്ലൊരു അവസരമാണ് ഇത് വന്നിരിക്കുന്നത്. ആയതിനാൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എല്ലാവരെ കൊണ്ട് ഇതിന്റെ അപ്ലിക്കേഷൻ കൊടുക്കുവാൻ വേണ്ടി പറയുക. അതുപോലെ തന്നെ ഡ്രോൺ അക്കാഡമിയിൽ BSFയിലേക്കുള്ള ഫിസിക്കൽ അതുപോലെ തന്നെ റിട്ടേൺ, ഇതിന്റെ കൂടെ തന്നെ റിട്ടേൺ എക്സാമിനേഷന്റെ ക്ലാസ്സസും ആരംഭിക്കാൻ പോവുകയാണ് ഓഗസ്റ്റ് 1 മുതൽ. ഹോസ്റ്റൽ സൗകര്യം അവൈലബിൾ ആണ്. ലിമിറ്റഡ് സീറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുവാനായിട്ട് താഴെ പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്.